നമസ്കാരം. നമസ്കാരം. നവ്യദക്ഷയിലേക്ക് സ്വാഗതം. അജിറ്റേഷൻ സാറിനോട് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കേണ്ടത്, നോർമലി കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കോൾസ് വരുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും സാറിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും EFTയുടെ ഗുരുവാണ് സാർ എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തർ വിളിച്ച് എൻക്വയറി ചെയ്യുന്നത്. അവർക്ക് നോർമലി ഒത്തിരി പേർക്ക് മണി ബ്ലോക്ക്. ഓക്കെ, ഇങ്ങോട്ട് ചോദിക്കുവാണ്, എനിക്ക് മണി ബ്ലോക്ക് ഉണ്ട്, അപ്പോൾ സാറിൻ്റെ EFT ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മണി ബ്ലോക്ക് മാറുമെന്ന് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാർ എനിക്ക് അറിയേണ്ടത് എന്താണ് മണി ബ്ലോക്ക്? ഈ മണി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ലിമിറ്റിംഗ് ബിലീഫ്സ്. ഉദാഹരണത്തിന് അംബാനി, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിൽ കോടികളായിരിക്കും വരുമാനം. നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒരു ചെറിയ കടയിട്ട ആൾ, ഒരു ചായ കടയ്ക്കുള്ള ആൾ, അയാൾക്ക് ചിലപ്പോൾ 2000-3000 രൂപയായിരിക്കും ദിവസം വരുമാനം. ഇത് രണ്ടുപേരുടെയും മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് ആണ്. രണ്ടുപേരും ചൈൽഡ്ഹുഡിൽ പെർസീവ് ചെയ്തിട്ടുള്ള കാര്യം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ രണ്ടുപേർക്കും രണ്ട് രീതിയിലാണ് വരുന്നത്. ഇതെല്ലാം നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ പെർസീവ് ചെയ്തിട്ടുള്ള, ഈ നമ്മൾ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മളത് പറയുന്നത് 50 ട്രില്യൺ സെൽസ് ആണ് ഞാൻ. 50 ട്രില്യൺ സെൽസ്. ഈ 50 ട്രില്യൺ സെൽസിനും ഓരോ സെല്ലിനും ഫീലിംഗ് ഉണ്ട്, ഓരോ സെല്ലിനും മെറ്റാബോളിസം ഉണ്ട്, ഓരോ സെല്ലിനും സെൽ മെമ്മറി ഉണ്ട്. ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ബോധമാണ്, അല്ലെങ്കിൽ കളക്റ്റീവായിട്ടൊരു ബിലീഫാണ്. ഇവിടെയാണ് ഈ തോട്ട്സ് കിടക്കുന്നത്. ഓരോ തോട്ടും പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ട്. ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിന് നമ്മൾ പറയും ബ്ലോക്സ് ആണ്, ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. പൈസയെ പറ്റിയിട്ടുള്ള ഒരു ബ്ലോക്ക്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും പൈസ കിട്ടത്തില്ല, ഇതൊരു ബ്ലോക്കാണ്. ഇതുപോലെ ആയിരക്കണക്കിന് ബ്ലോക്സ് ഉണ്ട്. ഞാൻ പല ബിസിനസ്സും ചെയ്തു, എല്ലായിടത്തും ഫെയിലായി. ഇത് അയാളുടെ വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് ബ്ലോക്ക്, വിശ്വാസമാണ് ബിലീഫ്. ഇതെവിടെയാണ് കിടക്കണം ചോദിച്ചാൽ സെല്ലിലാണ് കിടക്കുന്നത്. ഈ 50 ട്രില്യൺ സെൽസിനകത്തും ഇത് കിടക്കുകയാണ്. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് ബയോളജി ഓഫ് ബിലീഫ്. ബ്രൂസ് ലിപ്റ്റൻ്റെ. അദ്ദേഹം സെൽ ബയോളജിസ്റ്റ് ആയിരുന്നു, ഡോക്ടറായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഇത് വളരെ ക്ലീനായിട്ട് രസകരമായിട്ട് അതിനകത്ത് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. മൈൻഡിനെ പറ്റിയിട്ട്, ബിലീഫിനെ പറ്റിയിട്ട്, ഈ ബ്ലോക്സിനെ പറ്റിയിട്ട്, ഈ സെൽസിനെ പറ്റിയിട്ട്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലോക്സ് കിടക്കുന്നത്. ഇതാണ് മണി ബ്ലോക്ക്. ഈ മണി ബ്ലോക്ക് ഇത് മാത്രമല്ല, ഇത് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ചെറുതിലെ കുട്ടികളുടെ അടുത്ത് പറയും കാശില്ല, ഈ ഒരു സാധനം ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്, വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ. ഇതെല്ലാം ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ കയറി വന്നു. ഇനി അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ ഈ കുട്ടിയുടെ ഗർഭാവസ്ഥയിൽ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിനകത്ത് ഇങ്ങനെ കുറേ തോട്ട്സ് വരും. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഒരു പ്ലാനിങ് തെറ്റുമ്പോഴാണ് വരുന്നത്. മനുഷ്യന് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ല. ഞാൻ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങും, ഞാൻ കുറേ ആൾക്കാരുടെ പേഴ്സണൽ കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് 1,10,00,000 രൂപ മാസം വരുമാനമുള്ള ആളിനെ അറിയാം. എൻ്റെ അടുത്ത് എല്ലാ മാസവും റെഗുലറായിട്ട് കൺസൾട്ടേഷൻ വരുന്നുണ്ട്. അയാളും പറഞ്ഞു വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടെന്നാണ്. ഈ ഒരു മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരമാണ്. എല്ലാവർക്കും ഭാരമാണ്. ഇത് പ്രോപ്പറായിട്ട് 20,000 റുപ്പീസ് പെർ മന്ത് കിട്ടുന്ന ആൾ എൻ്റെ ക്ലയൻറ്റ് ഉണ്ട്. പെർഫെക്റ്റ് പ്ലാനിങ് ആണ്. അയാൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്, അയാൾ എല്ലാ മാസവും കൃത്യമായ പൈസ സേവ് ചെയ്യുന്നുണ്ട്, വളരെ ഹാപ്പി ആയിട്ടാണ് അയാൾ താമസിക്കുന്നത്. വൈഫിന് ജോലിയില്ല, ഈ 20,000 വെച്ചിട്ടാണ് അയാൾ പെർഫെക്റ്റ് ആയിട്ട് താമസിക്കുന്നത്. ആ ബ്ലോക്ക് ഉണ്ട് എന്ന് തോന്നുന്നത് തന്നെ അതിൻ്റെ ഒരു വശം, ഒരു തലം എന്ന് പറഞ്ഞത് റോങ് പ്ലാനിങ് ആണ്.
മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. പക്ഷെ അതിനൊപ്പം സാറ് ഈ ബ്ലോക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, കാര്യം ഓരോരുത്തർക്കും ഓരോ സാർ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞു, എങ്കിലും ഓരോരുത്തരുടെ മാനസികാവസ്ഥ പിന്നെ ഓരോരുത്തരുടെ സാമ്പത്തികവും എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ബ്ലോക്സും അങ്ങനെയായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ? പിന്നെ ആദ്യം ഈ ബ്ലോക്സിൻ്റെ ഉറവിടം എന്താണെന്ന് പറയാം. ബ്ലോക്സിൻ്റെ ഉറവിടം ഒരു കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആ സെല്ലുലാർ മെമ്മറി അല്ലെങ്കിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ആദ്യം ഉള്ളത്. ശരിക്കും ഒരു കല്യാണം കഴിക്കുന്നതിന് മുന്നേ രണ്ട് വ്യക്തികൾ, ഹസ്ബൻഡും വൈഫും, ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് വളരെ അത്യാവശ്യമാണ്. അവർക്കുള്ള എല്ലാ ബിലീഫ് സിസ്റ്റവും അടുത്ത കുട്ടിയിലേക്ക് അവർ ഇൻജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു പരിധിവരെ അത് ക്ലീൻ ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ശരിക്കും അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് സ്വയം പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പല രാജ്യങ്ങളിലും ഇതുണ്ട്. ചില രാജ്യങ്ങളിൽ ഇതിനെ പറ്റിയിട്ട് വളരെ അങ്ങനത്തെ പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഇല്ല. അപ്പോൾ അവിടെ വെച്ച് തന്നെ കുറേ കാര്യങ്ങൾ മാറിക്കിട്ടും. ആ അച്ഛൻ്റെയും അമ്മയുടെയും ബിലീഫ് സിസ്റ്റം കുട്ടിയിലേക്ക് വരികയാണ്. കുട്ടിയിലേക്ക് വരുമ്പോൾ ഈ കുട്ടി ഇത് ക്യാരി ചെയ്യുകയാണ്. പിന്നെ ആ ഗർഭാവസ്ഥയിൽ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, അച്ഛൻ്റെ അമ്മയുടെയും ചിന്തകൾ, അച്ഛൻ്റെ അമ്മയുടെയും ബിലീവ്സ്, ആ 9 മാസം അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, ഞാൻ പറഞ്ഞ മണി ബ്ലോക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതെല്ലാം കുട്ടിയിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നു. കുട്ടിയുടെ സെൽ മെമ്മറിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ കുട്ടി ജനിച്ചു, 15 വർഷം, ഓരോ വർഷവും ആ 15 വർഷത്തിൽ പല പ്രാവശ്യവും കുട്ടി ചിലപ്പോൾ പല കാര്യങ്ങളും ചോദിക്കും. അച്ഛാ, എനിക്ക് ഈ കളിപ്പാട്ടം വേണം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയാം, അച്ഛനും അമ്മയും 90% അച്ഛനും അമ്മയും കുട്ടികളെ വിലക്കുന്നത് ഒരു സിമിലർ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ്. അച്ഛൻ്റെ കയ്യിൽ പൈസയില്ല, പൈസ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പൈസ ഉള്ള ആൾക്കാർ പോലും കുട്ടിക്ക് ഈ ഒരു സാധനം മേടിച്ച് കൊടുക്കാതിരിക്കാനായിട്ട് പൈസ ഇല്ല, ആ സാമ്പത്തിക ബുദ്ധിമുട്ട് കുട്ടിയെ അറിയിച്ച് ഈ പ്രശ്നം ഒന്ന് ഒഴിവാക്കി കിട്ടും. അവിടെ കുട്ടിക്ക് ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാണ്. പൈസ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒറ്റ ചിന്തയാണ് പല ആൾക്കാരിലും. അവർ എന്ത് പണിയെടുത്താലും എന്ത് ബിസിനസ് ചെയ്താലും പൈസ വരുന്നില്ല. കാരണം ഇത് ചെറുതിലേ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സ്ട്രോങ് പ്രോഗ്രാമാണ്. പിന്നെ വീട്ടിൽ അച്ഛനും അമ്മയും ഡിസ്കസ് ചെയ്യും പല പ്രാവശ്യവും. ഒരു കുടുംബത്തിൽ ഒരു 60% ഡിസ്കസ് ചെയ്യുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ്. നേരത്തെ പറഞ്ഞ റോങ് പ്ലാനിങ് ആണ്. സാമ്പത്തിക പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ആ ഡിസ്കഷൻ വന്നത്. ഓരോ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴും ആ പുതിയ കാര്യങ്ങൾ കിട്ടിയാൽ എൻ്റെ ജീവിത സൗകര്യം മെച്ചപ്പെടും എന്ന് ഉള്ള തെറ്റായ ചിന്ത, ആ തെറ്റായ ചിന്ത അത് ആക്ച്വലി തെറ്റായ ചിന്തയാണ്. നമ്മുടെ വീട്ടിലുള്ള പല വസ്തുക്കളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് 40 to 50% സാധനങ്ങൾ ആവശ്യം ഇല്ല, ഒഴിവാക്കാൻ പറ്റും. ഒന്നുകിൽ അപ്പുറത്തെ വീട്ടിലൊരാൾ ഇത് മേടിക്കുന്നു, അത് കണ്ടിട്ട് മേടിക്കണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് വരുന്നു, അതെനിക്ക് മേടിക്കണമെന്ന് തോന്നുന്നു. ഇതെല്ലാം വാങ്ങുമ്പോൾ നമ്മുടെ പലരുടെ സാമ്പത്തിക അടിത്തറ തെറ്റുന്നു. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ഇനിയൊരു കാര്യം പറയാൻ പോവുകയാണ്. ഇത് കൂടുതലും കണ്ടുവരുന്നത് ഈ സൗത്ത് ഇന്ത്യൻസിന്, എക്സ്പെഷ്യലി മലയാളീസിനാണ് പറഞ്ഞത്. മലയാളിയുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇയാൾ പ്ലാൻ ചെയ്യണത് ഒരു 50 ലക്ഷം രൂപയുടെ വീടാണ്. ഒരു 2 ലക്ഷം രൂപ കയ്യിൽ കാറിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? അതോടെ 10 ലക്ഷം രൂപ കാർ എടുക്കും. മലയാളികൾ
കഷ്ടപ്പെട്ട് ഇവർ പറയുന്ന ആ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന പൈസയുടെ 60-70% പൈസയും ബാങ്കിന്റെ ഇൻട്രസ്റ്റിലേക്കാണ് പോണത്. കേരളത്തിലുള്ള ആൾക്കാരെ പറ്റി പറയുമ്പോൾ ഇത് ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതങ്ങ് ഡിസ്കാർഡ് ചെയ്യണം. ഒരു വാദപ്രതിവാദത്തിന് ഞാനില്ല. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആ ക്ലയൻസിൻ്റെയും ഞാൻ മനസ്സിലാക്കിയതും വച്ചിട്ടാണ് പറയുന്നത്. ഒരു 60% പൈസയും പോകുന്നത് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റിലാണ് പോകുന്നത്. നിങ്ങൾ 20 ലക്ഷം രൂപയ്ക്ക് ഒരു ഹൗസ് ലോൺ എടുത്തെന്ന് വെച്ചോളൂ. ഒരു 20 വർഷത്തെ ലോണ്. ഈ 20 വർഷത്തെ ലോണിൽ മാസം മിനിമം 20,000 രൂപ അടയ്ക്കണം. ഈ 20,000 രൂപയിൽ 18,000 രൂപയും പോണത് പലിശയായിട്ടാണ്. നിങ്ങൾ ബാങ്കിൽ ചെന്ന് ചോദിച്ചു നോക്കണം, ഇതിൽ എത്രയാണ് ഇൻട്രസ്റ്റ്, എത്രയാണ് പ്രിൻസിപ്പലാണ്. ഇൻട്രസ്റ്റിലാണ് പോണത്. അപ്പോൾ പൈസ ഉണ്ടാക്കണതല്ല, ഇൻട്രസ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലാനിങ് തെറ്റാണ്. ഈ പ്ലാനിങ് തെറ്റാൻ കാരണം തന്നെ നമുക്കിങ്ങനൊരു മണി ബ്ലോക്കിൻ്റെ ഒരു ബിലീഫ് ഉള്ളത് കൊണ്ടാണ്. ഇത് രണ്ടും കണക്ട് ചെയ്ത് പറയാൻ ഒരുപാട് സമയം വേണം. ഇതുകൊണ്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവർക്ക് ഓരോ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ആമസോൺ എടുത്ത് നോക്കിയാലും ഫ്ലിപ്കാർട്ട് എടുത്ത് നോക്കിയാലും 10 പേയ്മെൻറ്റ് അടച്ചാൽ മതി. 10 പ്രാവശ്യമായിട്ട് EMI. ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻസ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് കേരളത്തിലുള്ള ആൾക്കാരാണ്. അടുത്ത കാലത്ത് ഒരു മാസം മുന്നേ ഒരു ഹസ്ബൻഡ് വൈഫും കൂടെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ വെറുതെ അവർക്ക് കുറേ സാമ്പത്തിക പ്രശ്നം. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, എങ്ങനെയൊക്കെയാണ് ഇത്രയും അവർക്ക് കണ്ടിട്ട് ഒരു 1.25 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വളരെ ഞാൻ ചോദിച്ചത്, എങ്ങനെയാണ് ഇത്ര സാമ്പത്തിക ബുദ്ധിമുട്ട്? 1.25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ട് ജീവിക്കാൻ പറ്റും. ഞാൻ എന്തെങ്കിലും ലോൺ ഉണ്ടോ? ഉണ്ട് സാർ, ഹൗസ് ലോൺ 20,000 റുപ്പീസ് അടയ്ക്കുകയാണ്, 22,000 റുപ്പീസ് അടയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ 22,000 എത്രയാണ് പ്രിൻസിപ്പൾ? അവർക്കറിയില്ല. ഈ 22,000 എത്രയാണ് പ്രിൻസിപ്പൾ അടയ്ക്കുന്നത്, എത്രയാണ് പലിശ അടയ്ക്കുന്നത് അവർക്ക് അറിയത്തില്ല. പിന്നെ വെച്ച് വേറെ എന്തൊക്കെയാണ്? ഫ്ലിപ്കാർട്ടിൽ മാസം 6,000-7,000 രൂപ അടയ്ക്കണം. ഞാൻ വെച്ചാൽ എന്ത് മേടിച്ചത്? അത് സാറേ ഒരു ഹെഡ്സെറ്റ് മേടിച്ചു. അവർ ഒരുപാട് സാധനങ്ങൾ ലിസ്റ്റ് പറഞ്ഞു. ആമസോണിൽ അത് 17,000 രൂപ വരുന്നു. ബജാജ് ഫൈനാൻസിൽ അതൊരു 10-20 രൂപ വരുന്നു. അവർക്ക് കയ്യിൽ ഒരു മാസം അവരുടെ മര്യാദയ്ക്കുള്ള എക്സ്പെൻസിന് 25,000-30,000 റുപ്പീസേ ഉള്ളൂ. ഈ പൈസകളെല്ലാം SIPയിൽ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലോ, നമ്മുടെ നാട്ടിൽ KSFIയുടെ അല്ലെങ്കിൽ കുറേ ചിട്ടികളുണ്ടല്ലോ, ആ ചിട്ടിയിലാണ് പൈസ ഇൻവെസ്റ്റ്, അല്ലെങ്കിൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ പൈസ ഇൻവെസ്റ്റ്മെന്റ്സിലാണ് പോണെങ്കിൽ എന്താണ് നമുക്ക് പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മൈൻഡിൽ ഒരു ബിലീഫ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. നോർത്തിലോട്ടുള്ള ആൾക്കാർ ഒരു 5 കോടി രൂപ ഉണ്ടെങ്കിൽ ഇയാൾ പ്ലാൻ ചെയ്യേണ്ടത് വെറും 50 ലക്ഷം രൂപയുടെ ഒരു വീട് വെക്കാനാണ്. അവരുടെ മൈൻഡിൻ്റെ ബിലീഫ് സിസ്റ്റം വേറെയാണ്. അവരുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ടാണ് സാധനങ്ങൾ മേടിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർ നമുക്ക് ഒരു എന്താ പറയുക, ഡൗൺ പേയ്മെൻറ്റിന് കാശുണ്ടെങ്കിൽ അവർ സാധനം മേടിക്കും. മനസ്സിലായോ? വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ബിലീഫ് സിസ്റ്റമാണ്. അവരുടെ ബിലീഫ് സിസ്റ്റം ഇതെല്ലാം കാണിക്കണം. എൻ്റെ വീട്ടിൽ ഇത് വേണം, എൻ്റെ വീട് അങ്ങനെ ആയിരിക്കണം, എനിക്ക് ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ വേണം. ഈ ഗാഡ്ജറ്റ്സ് വാങ്ങുന്ന, ഈ സാധനം മേടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനേ ഉള്ളൂ. അത് കഴിയുമ്പം അവർ എന്താ പറയുക, ഒരു ടോട്ടൽ സാഡ്നെസ്സിലോട്ട് പോവുകയാണ്. ഈ ഒരു സാധനം മേടിച്ച് 2 ദിവസം കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ അവർ അടുത്ത മൈൻഡിലോട്ട് പോകണം. അടുത്ത എന്താണ് പുതിയ സാധനം? ആ ഹാപ്പിനെസ് അവർക്ക് ഇല്ല. പല വീട്ടിൽ ചെന്നാലും ഈ സാധനങ്ങളെല്ലാം വെറുതെ ആ ഷോക്കേസിലോ അവിടെ എവിടെയോ വെറുതെ കിടക്കും. ഇതിൻ്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡിനകത്തുള്ള ഒരു കോൺഷ്യസ് എന്ന് പറയും, എൻ്റെ പേരാണ് പോവർട്ടി കോൺഷ്യസ്നെസ്. എൻ്റെ ഇല്ല. അപ്പോൾ എനിക്കിതെല്ലാം ഇതൊക്കെ മേടിച്ചിട്ടാണ് എൻ്റെ പോവർട്ടി കോൺഷ്യസ്നെസ് മാറ്റണത്. ഇത് ചെറുപ്പത്തിൽ വൂം സ്റ്റേജിൽ
ഇവിടുന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഇതാണ് ശരിക്കും മണി ബ്ലോക്ക് എന്ന് പറയുന്നത്. പൈസ വരാൻ സമ്മതിക്കുന്നില്ല, പൈസയെ ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ ബിലീഫ് സിസ്റ്റം ഞാനത് ബ്ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ലോകത്തിൽ ഏറ്റവും എളുപ്പമാണ് കാശുണ്ടാക്കാൻ. നമ്മുടെ ആ ബിലീഫ് കുറച്ച് മാറ്റിയാൽ തന്നെ നമുക്കാണ് മിറക്കിൾസ് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? അതെനിക്ക് വ്യക്തമായി സർ. ഇത് കേട്ടപ്പോൾ എനിക്ക് തന്നെ പേടിയാവുന്നു. കാര്യം എനിക്കുമുണ്ട് ഇങ്ങനത്തെ ഒരു കുഞ്ഞു എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അത് മേടിക്കണം. അത് മേടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അപ്പോഴത്തെ സന്തോഷമൊക്കെ ഞാനും ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാനും മേടിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ഈ ഒരു അവസ്ഥയിൽ പെട്ടിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് വല്ലാത്തൊരു ഭീകര അന്തരീക്ഷം തന്നെയാണ് നമ്മളുടെ മനുഷ്യരുടെ ഒരു ജീവിതത്തിൽ. അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെ സർ തരണം ചെയ്യാം? ഇത് നമ്മുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ സെല്ലുലാർ മെമ്മറീസിലുള്ള ഈ ഒരു അഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രോഗ്രാം നമ്മൾ മാറ്റിയാൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷ കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ വിചാരിക്കും, പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട്, ഇനി ഞാൻ ലോൺ എടുക്കത്തില്ല, ഇനി ഞാൻ ഷോപ്പിംഗ് ചെയ്യത്തില്ല. ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഇനി ഷോപ്പിംഗ് അത്രയ്ക്ക് ചെയ്യത്തില്ല, കൺട്രോൾ ചെയ്യണം, ഇത് കുറച്ച് കൂടിപ്പോയി. പക്ഷെ പറ്റുന്നില്ല. ഒരു അഡിക്ഷൻ പോലെയാണ് അവർക്ക് തോന്നുന്നത്. ഇതിൽ നിന്ന് രക്ഷയില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു 2 മാസം മുന്നേ US എന്നൊരു ലേഡി വിളിച്ചിരുന്നു. ഒരു ഹസ്ബൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നല്ല കാശാണ് മേടിക്കുന്നത്. നല്ല കാശെന്ന് പറഞ്ഞാൽ നല്ല സാലറിയാണ്. ഇയാൾക്ക് ഡെയിലി ഒരു 3-4 സാധനം ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തില്ലെങ്കിൽ ഇയാൾക്ക് പറ്റത്തില്ല. എപ്പോഴാണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇയാൾ ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പോൾ ഇയാൾ ആമസോണിലോ, അവിടെ കുറേ കമ്പനീസ് ഉണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും കമ്പനീസിൽ കയറി ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവർ ഫോട്ടോ എടുത്ത് അയച്ചു തന്നു, ഇവിടെ ഷെൽഫിൽ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. ഇയർപോഡ് തന്നെ 10-16 തരത്തിലുള്ള ഇയർപോഡ് അവരുടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ അവസാനം വാങ്ങിച്ച ഒരു സാധനമുണ്ട്. ഞാൻ ചോദിച്ചു ആ സാധനത്തിന് എത്ര വില? ആ സാധനത്തിന് വില എത്രയെന്ന് ചോദിച്ചാൽ 26,000 രൂപയുടെ ഒരു ഇയർപോഡ്. ഈ ഇയർപോഡാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എന്ന് വാങ്ങിച്ചെന്ന് ചോദിച്ചപ്പോൾ ഒരാഴ്ച ആയുള്ളൂ. മനസ്സിലായോ? ഇത് ഒരു മാരകമായിട്ടുള്ള, ക്യാൻസറിനേക്കാളും വളരെ മാരകമായിട്ടുള്ള ഒരു അസുഖമാണ്. ക്യാൻസർ നമ്മുടെ ശരീരത്തിനെ കാർന്ന് തിന്നുമെങ്കിൽ ഈ സാധനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത തകർത്ത് നമ്മളെ ഒരു ഫിനിഷ് ചെയ്ത് കളയും. പൈസ ലോകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലരും പറയും ആ പൈസ അത്രയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ എൻ്റെ 24 വർഷത്തെ ഈ ഒരു കൗൺസിലിങ്ങും ആ ഒരു മേഖലയിൽ വന്നപ്പോഴാണ് ഞാൻ ഇത്രയും ഭീകരമാണെന്ന് അറിഞ്ഞിരുന്നില്ല. ആൾക്കാരെല്ലാവരും കഷ്ടപ്പെടുന്നത്, ദുഃഖിക്കുന്നത്, പല ആത്മഹത്യകളുടെയും റീസൺ എന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തതാണ്. പല ആത്മഹത്യകളുടെയും, പല ആൾക്കാർക്ക് നന്നായിട്ട് കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാത്തത് കാശില്ലാത്തതുകൊണ്ടാണ്. നല്ല ചികിത്സ കിട്ടാത്തത് കാശില്ലാത്തത് കൊണ്ടാണ്. ഏത് മേഖല എടുത്താലും പൈസ ഇല്ലാതെ ഒരു സാധനം കിട്ടത്തില്ല. ഈ കാശ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കണം. ഈ കാശ് 80% റോങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ റൂട്ട് കോസ് ചൈൽഡ്ഹുഡിലാണ്, ഇതിൻ്റെ റൂട്ട് കോസ് വൂം സ്റ്റേജിലാണ്. ഇത് മാറ്റിയാലേ പറ്റത്തുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോപ്പറായിട്ട് റീപ്രോഗ്രാം ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുത്താൽ മാത്രമേ ഈ ഒരവസ്ഥ മാറി കിട്ടത്തുള്ളൂ. പല ആൾക്കാരും പറയുന്നുണ്ട് വേറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, വേറെ ജോലി ചെയ്യാം. ആദ്യം ഒരു മണി ഡിസിപ്ലിൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ആ ഡിസിപ്ലിൻ വരുമ്പോൾ നമുക്ക് കാശ് ഇഷ്ടം പോലെ വരും.
അപ്പോൾ ഇതിനൊരു എന്താ പറയുക, ഒരു പോംവഴി ഉണ്ടാവുമല്ലോ. അതെ. ഓക്കെ, അതെന്താണെന്ന് പറയാം. ഈ മണി ബ്ലോക്സ് മാറ്റാനായിട്ട് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ബേസിക്കായിട്ട് മണി ബ്ലോക്സ് മാറ്റാനായിട്ട് ചെയ്യേണ്ടത് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ഈസി ആയിട്ട് വളരെ പവർഫുള്ളായിട്ട് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കാണ്. ഞാൻ അതിൽ ഇഷ്ടം പോലെ റിസൾട്ട് കണ്ടിട്ടുണ്ട്. പല ആൾക്കാരുടെ ലൈഫും ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് അവർ ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. അപ്പം EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ്, നമ്മളുടെ സൗത്ത് ഇന്ത്യയിലോട്ട് പിന്നെ കൊണ്ടുവരുന്നത് തന്നെ സാർ തന്നെയാണ്. 23 വർഷത്തിന് മുമ്പ് സാറ് കൊണ്ടുവന്നു, അതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും EFT എന്നൊരു ടൂൾ ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ ബ്ലോക്സും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.